യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ സംഘപരിവാർ ശാഖകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. ചോറ് കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ്, അല്ലാതെ RSSന്റെ അണ്ടിമുക്ക് ശാഖയിൽ നിന്നല്ല. കഴിഞ്ഞ ദിവസം RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയെ തിരിച്ചറിയാത്തവരാണ് ഈ വന്ദേ മാതരത്തെ എതിർക്കുന്നത് എന്നാണ് മോഹൻ കുന്നുമ്മൽ എന്ന താൽക്കാലിക VC, കേരള സർവകലാശാലയുടെ താൽക്കാലിക VC പ്രസ്താവന നടത്തിയത്. ഒന്ന്, അയാൾക്ക് VC ആയി തുടരാനുള്ള യോഗ്യതയില്ല എന്ന് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കേരള സർവകലാശാല പോലൊരു സർവകലാശാലയുടെ VC ആയി തുടരാനുള്ള യാതൊരുവിധ യോഗ്യതയും മോഹൻ കുന്നുമ്മലില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബിരുദധാരികളെ, ബിരുദാനന്തര ബിരുദധാരികളെ, അതോടൊപ്പം തന്നെ ഡോക്ടർ ഫെലോസുകളെ, ഡോക്ടറേറ്റ് നേടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ ഈ സമൂഹത്തിന്, റിസർച്ച് സ്കോളേഴ്സിനൊക്കെ സമ്മാനിക്കുന്ന, സംഭാവന ചെയ്യുന്ന ഒരു സർവകലാശാലയാണ്. അവിടെയാണ് കേവല MBBS ഡോക്ടർ മാത്രമായിട്ടുള്ള മോഹൻ കുന്നുമ്മൽ വന്ന് ആ സർവകലാശാലയുടെ മുഴുവൻ മുന്നേറ്റവും പിടിച്ചുവെക്കുന്നത്. രാജ്യത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്ക് ഫ്രെയിംവർക്കിംഗ് മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് കേരള സർവകലാശാല. ആൽബർട്ട് ഐൻസ്റ്റീനെ ആദ്യ VC ആയി നമ്മൾ ക്ഷണിച്ച ഒരു സർവകലാശാലയാണ്. എത്രയെത്ര മഹാന്മാർ, ഡോക്ടർ ജോൺ മത്തായി ഉൾപ്പെടെ, ഇക്ബാൽ മാഷ് ഉൾപ്പെടെ, ഗോപിനാഥ് രവീന്ദ്രൻ, അങ്ങനെ ആ സീറ്റിലിരുന്ന പ്രൊഫസർമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മഹാരഥന്മാരായ ചരിത്രകാരന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യൻ സമൂഹത്തിന് വലിയ പങ്ക് നൽകിയിട്ടുള്ള, വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ വന്നിരുന്ന കസേരയിലാണ് ആ കസേരയുടെ കാലിന് വില പോലും ഇല്ലാത്ത മോഹൻ കുന്നുമ്മൽ വന്നിരിക്കുന്നത്. വർഗീയവാദി, തനി സംഘി, എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? വന്ദേ മാതരത്തെ അംഗീകരിക്കാത്തവർ സ്വന്തം അമ്മയെ തിരിച്ചറിയാത്തവരാണ്. ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് വേറെയാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം, ഈ നാട്ടിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവർ 3-4 വർഷമൊക്കെ പഠിച്ച് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടർ ഫെലോഷിപ്പും ഒക്കെ ഇദ്ദേഹം ഒപ്പിട്ടാണല്ലോ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്ന് നാണക്കേടോടുകൂടി കുട്ടികൾ ഓർക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. മോഹൻ കുന്നുമ്മൽ എന്ന ആളുടെ ഒപ്പോടുകൂടിയാണ് ഈ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് നാണക്കേടാണ്. കേരളത്തിലെ മന്ത്രിമാരോ കേരളത്തിലെ UDFന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരോ ഈ VC നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഗവർണറെ പേടിക്കാം, ഗവർണറെ ഇവർക്ക് പേടിയാണ്, ഇവർ പറഞ്ഞു. എന്നാൽ തോട്ടിയേം പേടിക്കണം, ആനയും പേടിക്കാം, ആന പിണ്ടത്തിനെയും പേടിക്കണം. ഗവർണറെ ഇവർ പേടിക്കുന്നു, ഓക്കെ, പിന്നെ എന്തിനാണ് റോജി M. ജോൺ ആന പിണ്ടത്തിനെ പേടിക്കുന്നത്? എന്തിനാണ് മോഹൻ കുന്നുമ്മലിനെ പേടിക്കുന്നത്? ഒരു അഭിപ്രായം പറഞ്ഞോ അദ്ദേഹം? എത്ര മോശമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അമ്മയെന്നും ഉമ്മയെന്നും വ്യത്യസ്ത ഭാഷകളിൽ മാതൃത്വത്തെ അടയാളപ്പെടുത്തുന്ന വ്യത്യസ്ത വൈജാത്യങ്ങളുടെ നാടാണ് നമ്മളുടെ നാട്. അതിനൊരു മതസ്വത്വം കൊണ്ടുവരുന്നതിനെതിരെയാണ് നമ്മൾ ആ നിലപാടെടുത്തത്. അല്ലാതെ നമ്മളാരും വന്ദേ മാതരത്തിനൊന്നും എതിരല്ല. ആദ്യത്തെ 2 സ്റ്റാൻസയാണ് അംഗീകരിക്കപ്പെട്ടത്. ആനന്ദമഠന്റെ ഇതിവൃത്തം അറിയാത്തവരാണ് അതിനെ എതിർക്കുന്നത്. അത് സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഋഷിവര്യന്മാരുടെ. ആദ്യ 2 സ്റ്റാൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്തുതിയാണ്, ദൈവങ്ങളുടെ സ്തുതിയാണ്. ആ സ്തുതി എല്ലാ മതസ്ഥരും പാടേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കോൺഗ്രസിന്റെ CWC കമ്മിറ്റിയാണ്. ആ CWC കമ്മിറ്റിയുടെ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും പട്ടേലും സരോജിനി നായിഡുവും ഒക്കെ പങ്കെടുത്ത കൊൽക്കത്തയിലെ CWC മീറ്റിംഗിന്റെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ച ആശയങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ച് സോണിയാഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ ഇത് പാടിയത്. കേരളത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് പാടിയത് പൂർണ്ണമായി. ഇന്നലെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പാടിയത്, ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പാടിയത്, കർണാടകയിൽ
DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പാടിയത്. അപ്പോ സംഘപരിവാറിന് അനുകൂലമായ നിലപാടിലേക്ക് സ്വയം കോൺഗ്രസ് ചെന്നെത്തുമ്പോഴും ഇത്തരം VC-മാർക്കെതിരെയുള്ള നിലപാട് കേരളത്തിലെങ്കിലും പറയാൻ ഇവർ തയ്യാറാവണ്ട. കേരളത്തിൽ ഇന്നലെ അത് പാടിയില്ല. പക്ഷെ രാജ്യത്തെ കോൺഗ്രസ് സംഘപരിവാർ നിലപാടിലേക്ക് ചെന്നെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോ മോഹൻ ഭാഗവതിനെ പോലുള്ള ആളുകൾ സംഘപരിവാർ ബോധ്യത്തിന്റെ ഭാഗമായി വന്ന് പ്രസംഗിക്കുന്ന സംഘപരിവാർ പരിപാടികളുടെ ലിസ്റ്റ് നീളുകയാണ്. മോഹൻ ഭാഗവതിന് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ സംഘപരിവാർ ശാഖകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. ചോറ് കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ്, അല്ലാതെ RSSന്റെ അണ്ടിമുക്ക് ശാഖയിൽ നിന്നല്ല. എത്ര വസ്തുതാവിരുദ്ധമായാണ്, എത്ര സയന്റിഫിക് ടെമ്പർ ബോധ്യങ്ങളെ തച്ചു തകർത്താണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ടെന്നും അവരുടെ ജാതിയും മതവും വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമാണെന്നും താൻ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് താൻ പറയേണ്ടതും ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെന്ന് തിരിച്ചറിയാതെയാണ് ഇവരൊക്കെ പെരുമാറുന്നത്. സംഘപരിവാറിന്റെ ചോറ്റുപൊട്ടാളമായി ഇവർ മാറി. ഇവരെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല.